ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പരിപ്പുവടയാണ് ട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളെ ശരിക്കുള്ള ഒറിജിനൽ പരിപ്പുവടയുടെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുവരെ കാണാത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിക്ക് പോവാം. പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് 4 ഉണക്കമുളക്, 10 അല്ലി നാടൻ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. തോലോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഇതൊന്നും നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി അതിലേക്ക് 1.5 കപ്പ് കടലപ്പരിപ്പാണ്. ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അതിൽ നിന്ന് പകുതി പരിപ്പും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു സവോള, 8 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്. സവോള ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ഇഞ്ചി ചെറുതാക്കി മുറിക്കുക. പച്ചമുളകും വേപ്പില എല്ലാം ചെറുതാക്കി മുറിച്ചെടുക്കുക. നേരത്തെ അരച്ചു വെച്ച പരിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പരിപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പരിപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പരിപ്പ് കൂടെ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അരിയരുത്, ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കണതാണ് ഒരു മാഗി ക്യൂബ്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മളെ പരിപ്പുവടയ്ക്ക്. എല്ലാനും നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെക്കാം കേട്ടോ. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവാൻ വെക്കാം. ഇനി ഇതുപോലെ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പതുക്കനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കണ്ടോ നമുക്ക് നല്ല ഒരു ചെറിയ പരിപ്പുവട കിട്ടും. വീട്ടിലുണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കണമായിരിക്കും നല്ലത്. കാരണം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണതല്ലേ. കടയിലെ പോലെ ഒരുപാട് വലിയ പാത്രത്തിൽ അധികം വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടല്ലല്ലോ ഉണ്ടാക്കണം. അപ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പുറം നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളും നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓരോ പരിപ്പുവടയായിട്ട് ഇട്ട് മൊരിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഒരു ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്, അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പരിപ്പുവട ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പുറം ഭാഗം നല്ല കരികരിപ്പ്, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പരിപ്പുവടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ.